നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറെടുപ്പുകളും തുടങ്ങി. പക്ഷേ കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ച വാർഷിക പദ്ധതി നടത്തിപ്പ് എങ്ങും എത്തിയിട്ടില്ല. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 43% പദ്ധതി നടത്തിപ്പ് മാത്രമാണ് പൂർത്തിയായതെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസവും 10 ദിവസവും മാത്രം. എന്നാൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതി നിർവഹണം പകുതി പോലും പൂർത്തിയായിട്ടില്ല. ആ കണക്ക് ഇങ്ങനെ: പദ്ധതികൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയത് 38,886 കോടി 91 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസം വരെ ചെലവഴിച്ചത് 16,616 കോടി രൂപ. അതായത് പ്രഖ്യാപിച്ചതിൽ വെറും 43% മാത്രമാണ് ചെലവഴിച്ചത്. പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ചെലവഴിക്കുന്നതിലും മെല്ലെപ്പോക്ക് തന്നെ. ആകെ 8,516 കോടി 91 ലക്ഷം രൂപ വകയിരുത്തി. എന്നാൽ ചെലവഴിച്ചത് 43% മാത്രം. വിവിധ വകുപ്പുകളുടെ സാഹചര്യം പരിശോധിച്ചാൽ ഗ്രാമവികസനത്തിനായി മാറ്റിവെച്ചത് 7,190 കോടി രൂപ, ചെലവഴിച്ചത് 3,164 കോടി രൂപ മാത്രം. ഇനി 56% പൂർത്തിയാകാനുണ്ട്. കാർഷിക വികസനത്തിന് 1,926 കോടി രൂപ, ചെലവഴിച്ചത് 39% മാത്രം. ജലസേചന വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വകയിരുത്തിയത് 595 കോടി രൂപ, 245 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. അതായത് 41%. ഏറ്റവും കുറവ് ഊർജ്ജ വകുപ്പിലാണ്. 1,150 കോടി രൂപ വകയിരുത്തി, ചെലവഴിച്ചത് 1.5 കോടി രൂപയിൽ താഴെ മാത്രം. അതായത് 0.13% മാത്രം. സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് പദ്ധതി. വർഷം 692 കോടി രൂപ ഇതിനായി വകയിരുത്തി, ചെലവഴിച്ചത് 121 കോടി 79 ലക്ഷം രൂപ മാത്രം. അതായത് വെറും 17%. വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി 300 കോടി 73 ലക്ഷം രൂപ വകയിരുത്തി. ഇതുവരെ ഇതിൽ ഒന്നും ചെലവഴിച്ചിട്ടില്ല. KSEBക്ക് അനുവദിച്ച തുകയിലും ഒന്നും ചെലവഴിച്ചിട്ടില്ല. 2018 ശേഷം കഴിഞ്ഞ 6 വർഷവും 70% മാത്രമേ പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്തവണ 50% വരെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ അനൗദ്യോഗികമായി തീരുമാനിച്ചും കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഒരുപക്ഷെ പൊതുമരാമത്ത്, ഇറിഗേഷൻ അടക്കമുള്ള നിർമ്മാണ പദ്ധതികളിൽ ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തെ സർക്കാർ ഈ വർഷം ആശ്രയിച്ചേക്കും. എന്നാൽ മറ്റു വകുപ്പുകളിലെ പദ്ധതി നിർവഹണം എങ്ങനെ പൂർത്തിയാക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.